നമ്മുടെ ജീവിതയാത്രയിൽ നാം സാധാരണയായിട്ട് സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് എത്രത്തോളം നാം മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്പമായിട്ടൊന്ന് ഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ സംസാരിക്കുന്ന ആ ടൈറ്റിൽ, ആ പാസേജ് ദൈവമക്കളോട് സംസാരിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഒരു സ്ലൈഡ് ഇപ്പോൾ കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സ്ലൈഡിലെ കണ്ടന്റ് മറ്റൊന്നുമല്ല, ജസ്റ്റിസ് എന്നൊരു പദം അതിനകത്ത് വിവക്ഷിച്ചിട്ടുണ്ട്, മേഴ്സി എന്ന് പറഞ്ഞ പദം അതിനകത്ത് വിവക്ഷിച്ചിട്ടുണ്ട്. സ്ലൈഡ് പ്ലീസ്. മൂന്നാമത്തേത് സ്തോത്രം, പ്രൈസ് ഗാഡ്, ഗ്രേസ് എന്ന പദം അതിനകത്ത് ഒന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. എൻ്റെ മെസ്സേജിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിൻ്റെ ടൈറ്റിലേക്കും പാസേജിലേക്കും പ്രവേശിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. നീതി എന്നുള്ളത് സാർവലൗകികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി, അത് കോടതി ഭാഷയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വ്യക്തിപരമായ ബന്ധങ്ങളിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും ലീഗൽ ആസ്പെക്റ്റിലും നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ ഒക്കുന്നൊരു പദമാണ് ജസ്റ്റിസ്, ന്യായം അല്ലെങ്കിൽ നീതി. അതിൻ്റെ ഇംഗ്ലീഷിൽ നാം അത് ചിന്തിച്ച് കഴിയുമ്പോൾ റിസീവിങ് വാട്ട് വി ഡിസേർവ്, നമുക്ക് അർഹമായത് ലഭിക്കുക എന്നുള്ളതാണ് നീതി അല്ലെങ്കിൽ ന്യായം. അതിന് പോസിറ്റീവ് കൊണോട്ടേഷനുമുണ്ട്, നെഗറ്റീവ് കൊണോട്ടേഷനുമുണ്ട്. പോസിറ്റീവായിട്ട് നാം എന്തെല്ലാം അർഹിക്കുന്നുവോ അത് ലഭിക്കുക എന്നുള്ളത് ഒരു നീതിയാണ് അല്ലെങ്കിൽ ന്യായമാണ്. സ്തോത്രം. റിസീവിങ് വാട്ട് വി ഡിസേർവ്. അതിനെ മലയാളത്തിലും ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് അർഹമായത് ലഭിക്കുന്ന ഒരു പ്രൊസീജിയറിനാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു അവസ്ഥയ്ക്കാണ് നീതി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ നാം ഈ നീതി എന്ന പദം, ജസ്റ്റിസ് എന്ന പദം നാം ചിന്തിച്ചു കഴിയുമ്പോൾ, പാപം ചെയ്ത ദേഹി എന്ത് ചെയ്യണം? മരിക്കണം. പാപത്തിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? മരണമാണ്. പാപി റിസീവ് ചെയ്യുന്നത്, പാപി ഡിസർവ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, മരണമാണ്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ മക്കൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. നീതി എന്നുള്ളത് നമുക്ക് അർഹമായി ലഭിക്കുന്നു. എന്നാൽ അടുത്തൊരു പദമുണ്ട്, മേഴ്സി. മലയാളത്തിൽ കരുണ എന്ന് പറയും. നോട്ട് റിസീവിങ് വാട്ട് വി ഡിസേർവ്. നമുക്ക് അർഹമായത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുന്നതിനെ, അതിനെ വിത്ത്ഹോൾഡ് ചെയ്യുന്നതിനെ, അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥ വിശേഷത്തിനാണ് കരുണ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ജസ്റ്റിസ് നാം കണ്ടു. മേഴ്സി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നോട്ട് റിസീവിങ് വാട്ട് വി ഡിസേർവ്. നമുക്ക് അർഹമായത് എന്താണെന്നറിയാമോ? ഇനി ആത്മീയ മണ്ഡലത്തിൽ ബൈബിൾ ഭാഷയോടുള്ള ബന്ധത്തിൽ പാപം ചെയ്ത ദേഹിക്ക് ലഭിക്കേണ്ടുന്ന നീതി, ന്യായം എന്നുള്ളത് മരണമായിരിക്കുമ്പോൾ അത് മരണം നമ്മിലേക്ക് തരാതെ അതിനെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു വെക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റിസീവിങ് വാട്ട് വി ഡിസേർവ്, അതെന്ത് ചെയ്യുന്നറിയാമോ? അതിനെ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് അർഹമായത് ലഭിക്കാതെ അതിനെ തടഞ്ഞു വെക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ ഒരു പദം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾ ചിന്തിക്കണം. ഗ്രേസ്, കൃപ എന്നുള്ളൊരു പദം ആത്മീയ ലോകത്തിൽ പല രീതികളിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് കൃപ എന്നുള്ളത് ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കൃപ? അർഹമല്ലാത്തതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അവസ്ഥാ വിശേഷത്തിനാണ് കൃപ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിച്ച് മീൻസ് റിസീവിങ് വാട്ട് വി ഡോണ്ട് ഡിസേർവ്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. റിസീവിങ് വാട്ട് വി ഡോണ്ട് ഡിസേർവ്. സ്തോത്രം. എന്താണ്? നമുക്ക് ലഭിക്കുകയാണ്, അതൊരിക്കലും നമുക്ക് അർഹതപ്പെട്ടതല്ല.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അതിനെ പോസിറ്റീവായിട്ട് നാം ചിന്തിച്ചാലും നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും നമുക്കെല്ലാം സ്വസ്ഥതയും സന്തോഷവും നൽകുന്ന ഒരവസ്ഥ വിശേഷമാണ് എനിക്ക് അർഹതപ്പെടാത്ത ഒന്നിനെ എൻ്റെ കരങ്ങളിലേക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ വിശേഷത്തിനാണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ദൈവിക കോടതിയിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളത് ദൈവിക നീതിയായി സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ നീതിയെ മറ്റൊരു രീതിയിൽ ദൈവം നമ്മളെ റീഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കപ്പെടേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിലാക്കി ദൈവത്തിന്റെ മക്കൾ എത്രത്തോളം നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവം കൽപ്പിച്ച നീതി എന്താണെന്നറിയാമോ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള വ്യവസ്ഥ എന്റെ സ്വർഗീയ കോടതിയിൽ ദൈവം എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, തന്റെ പുത്രനെ ഓ രാമ ശാന്തരാധ കക്ഷസിയ, he knew not sin but God made him a sin. Hallelujah. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അതിന്റെ ആഴം, അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗം പൗലോസ് എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 5:21 2 Corinthians 5:21 ഞാൻ വായിക്കുമ്പോൾ അറിയാതെ വിങ്ങാറുണ്ട്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് see the justice what God has shown for us. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി ഇന്ന് രാവിലെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട്, he knew not sin but God made him the sin. ഹല്ലേലൂയ. സ്ലൈഡിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ നീതി ദൈവം അപ്രകാരം ചെയ്യാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ മരണത്തെ സ്വർഗം എന്ത് ചെയ്തു? തടഞ്ഞു വെച്ചു. അർഹമായത് മരണമായിരുന്നു പ്രിയപ്പെട്ടവരെ, അർഹമായത് ശാപമായിരുന്നു പ്രിയപ്പെട്ടവരെ. ബട്ട് ഗോഡ് withheld that. അതിനെ ഒന്ന് തടഞ്ഞു വെച്ചു. നമുക്ക് അർഹതപ്പെട്ടത് നൽകാതിരിക്കുവാൻ, വാട്ട് വി ഡിസേർവ്, എന്ത് കിട്ടേണ്ടുന്നത് മരണത്തെ നൽകാതിരിക്കുവാൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ ദൈവം തടഞ്ഞു വെച്ചു. അതിന്റെ പേരാ കരുണ എന്നുള്ളത്. ആ കരുണയെ കുറിച്ച് വിലാപങ്ങളിൽ ഇരമ്യാവ് പറയുമ്പോൾ 3:22 ഇപ്രകാരമാ പറഞ്ഞത്. ലാമെന്റേഴ്സ് 3:22, വിലാപങ്ങൾ 3:22 ആ വാക്യം ഒന്ന് കൊണ്ടുവന്നിട്ട് ഇപ്രകാരം ഇരമ്യാവ് പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, come on church, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. വിലാപങ്ങൾ 3:22 നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദയ, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. സ്തോത്രം. കരുണ കണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു വട്ടമല്ല, ഒരു ദിവസമല്ല, ഒരു മാസമല്ല. കർത്താവിന്റെ വചനം എഴുതിയിരിക്കുന്നു, Hallelujah, it is of the Lord's mercies that we are not consumed because his compassions fail not. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അടുത്ത വാക്യം വേഴ്സ് നമ്പർ 23 എല്ലാ ദൈവമക്കളൊന്ന് വായിച്ചാട്ട്. അത് രാവിലെ തോറും പുതിയതും രാവിലെ തോറും പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഈ സെപ്റ്റംബർ മാസം ഈ ദിവസം ഇന്നലത്തെ ദയയല്ല പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ കരുണയല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വാസ പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, അത് വലുതാണ്. every morning it's new. സ്ലൈഡിലേക്ക് മടങ്ങി വരാം. തീർന്നു പോകാത്ത കരുണയാൽ ഈ പുതിയ ദിവസവും രാവിലെ നമ്മെ നിറച്ച് ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയോടൊരു പദ്ധതിയാ. അർഹമല്ലാത്ത നമുക്ക് നൽകി. നമ്മൾ പലപ്പോഴും ഒരു മലയാളം പാട്ട് പാടാറുണ്ട്, അർഹിക്കാത്ത. സ്തോത്രം പാടാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് ശ്രമിക്കുന്നില്ല. ആ പാട്ട് നിങ്ങളുടെ ഉള്ളിലൊന്ന് പാടാൻ ശ്രമിച്ചേ, ഉള്ളിലൊന്ന് പാടിയേ.
സ്തോത്രം. ഒരു 30 സെക്കൻഡ് എടുത്തൊന്ന് ഉള്ളിലൊന്ന് പാടിയ വെളിയിലേക്ക് കൊണ്ടുവരണ്ട. ഇനി അതിന്റെ പിച്ചോ താളമോ ബീറ്റൊന്നും ശരിയായില്ലെങ്കിലോ. ആകയാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ, അർഹിക്കാത്ത ദാനം ഇന്ന് രാവിലെ തന്റെ കൃപ എന്ന പാക്കേജിൽ പൊതിഞ്ഞു നൽകി ആലയത്തിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്ന് ആത്മാവിന് രക്ഷ നൽകി, ഭൗതിക ജീവിതത്തിൽ വിടുതലുകൾ നൽകി, ക്രിസ്തുവിൽ ജയത്തോടെ നമ്മെ നടത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്ന സന്ദേശം ഈ ദിവസങ്ങൾ ബൈബിൾ ക്വിസിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 15 മുതൽ അതിന് 21 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ ക്വിസ് തയ്യാറാക്കാനാണ് വായിച്ചതെങ്കിലും അതിലൊരു പ്രത്യേക ഭാഗം ദൈവാത്മാവ് വളരെ പേഴ്സണലായി എന്നോട് ഇടപെട്ടത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിപ്പാനായിട്ട് ഇച്ഛിക്കുന്ന പ്രസംഗത്തിന്റെ ടൈറ്റിൽ ഇറ്റ്സ് നോട്ട് മാത്ത് ബട്ട് മേഴ്സി. കണക്കല്ല. കമോൺ പറഞ്ഞേ. മലയാളം അറിയാവുന്നവരല്ല, എല്ലാവരും UK നിന്നൊന്നും വന്നവരല്ലല്ലോ. ഒന്ന് കാണുന്നത് വായിക്കാനൊക്കെ നിന്ന് വായിച്ചോ ഇംഗ്ലീഷിൽ. ഇറ്റ്സ് നോട്ട് മാത്ത്. മാത്ത് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ്, കണക്ക്. ഇറ്റ്സ് നോട്ട് മാത്ത്. പറഞ്ഞ് ഇറ്റ്സ് നോട്ട് മാത്ത്, പ്രൈസ് ദി ലോർഡ്, ബട്ട് മേഴ്സി. കണക്കല്ല. പറഞ്ഞ് നിങ്ങളിവിടെ കൊണ്ടുവന്ന കണക്കാണോ? ഈ ആലയത്തിൽ ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന കണക്കാണോ കരുണയാണോ? പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. കണക്കൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. കണക്ക് കൂട്ടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, കണക്ക് പറയാൻ ഒന്നുമില്ല, നമുക്ക് ഒരു മെറിറ്റ് പോലുമില്ല, ഒരു മാത്ത് ഇല്ല, ഒരു കാൽക്കുലസ് ഇല്ല, ഓൾജിബ്ര ഇല്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു കണക്ക് നമുക്ക് പറയാനായിട്ടില്ല. ഇന്ന് രാവിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചു പറയാൻ ഒന്നുണ്ട്. എന്റെ അപ്പ കണക്കല്ല, നിന്റെ കരുണയാണ് ഇന്ന് രാവിലെ നിലനിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഇടയ്ക്കൊന്ന് സ്തുതിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരു പാട്ടൊക്കെ എഴുതാൻ തയ്യാറായിക്കണം. കണക്കല്ല, കരുണയാണ്. സ്തോത്രം. ലൈൻ ഞാൻ ഇട്ടു തരിക. പ്രൈസ് ദി ലോർഡ്. കണക്കല്ല, കരുണയാ. സ്തോത്രം. ഇനി നിങ്ങളുടെ ചിന്തയെ ഇവിടെ തന്നെ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം അതിന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും പുസ്തകം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്ക്രീൻ നോക്കി തന്നെ ഞാൻ വായിക്കാം, പക്ഷെ അവിടെ ഇരിക്കുന്നവർ കൃത്യമായിട്ട് ഇടണം. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ നോക്കി വായിക്കാൻ പോവുകയാ. പ്രൈസ് ഗാഡ്. ഓക്കെ, മൈക്കിൽ കൂടെ തന്നെ വായിപ്പാൻ ഇച്ഛിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ 18 അധ്യായത്തിൽ പത്രോസുമായിട്ടുള്ളൊരു കോൺവെർസേഷന്റെ ഒരു സാഹചര്യമാണ് 21 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിക്കുന്നു. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? അടുത്ത വാക്യം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഗുഡ്, താങ്ക് യു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ, കണക്ക് അവിടെ വന്നിട്ടുണ്ട്, കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. യെസ്, അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും, ശ്രദ്ധിച്ചോണം, അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ദാസൻ വീണു അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്ന് തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച്, ശ്രദ്ധിച്ചോണം, തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം
അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ച് തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സ്തോത്രം. ഈ വചനങ്ങൾക്കായി ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ക്ഷമ എന്നുള്ളതാ. ഫൊർഗീവ്നെസ്. ശ്രദ്ധിച്ചോണം, ഇനി നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കരുത്. ഫൊർഗീവ്നെസ്, ക്ഷമ എന്നുള്ള വിഷയം. C.S. ലൂയിസ് എന്ന അറിയപ്പെട്ട ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ താൻ ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അവരവരുടെ ജീവിതത്തിൽ ഈ പ്രത്യേക സാഹചര്യം കടന്നു വരുന്നത് വരെ ഇത് വളരെ ലവ്ലി ആയിട്ടുള്ള ടോപ്പിക്കാ. പ്രസംഗിക്കാൻ എളുപ്പമാ, നിങ്ങൾക്കും പറയുവാൻ എളുപ്പമാ. ഫൊർഗീവ്നെസ്. ഇന്ന് പല സ്ഥലങ്ങളിലും അതൊരു പ്രസംഗ വിഷയമായിട്ട് മാത്രം നിൽക്കുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഒരു പ്രസംഗ വിഷയമായിട്ട് മാത്രം മനസ്സിലാക്കുവാനായിട്ടല്ല. ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തന്നെ വരച്ച് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഉപമ ഇന്നത്തെ വചന കേൾവി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിപ്പാൻ കഴിയുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നുള്ള താല്പര്യത്തോടു കൂടെ അത് ജീവിതത്തിൽ കൈവശപ്പെടുത്തിയാൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ മാനങ്ങൾ, വലിയ പദവികൾ. അല്പം കൂടി എനിക്ക് സ്റ്റേജിൽ ഒന്ന് തരാമോ ഫീഡ്ബാക്ക്? വലിയ പദവികൾ, വലിയ മാനങ്ങൾ, സ്തോത്രം, വലിയ വിടുതലുകൾ. ഞാൻ രാവിലെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കുന്നു, ഫൊർഗീവ്നെസ്. ഈ വായിച്ച വേദഭാഗ്യത്തിൽ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞ കണക്കല്ല, കരുണയത്രേ എന്നുള്ള ചിന്ത ദൈവത്തിൻ്റെ മക്കൾ പ്ലെയിൻ ആയിട്ടുള്ള ഹാർട്ടിൽ പ്രിജുഡിസ് എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇന്നത്തെ വചന കേൾവി കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചാൽ, വേദപുസ്തകം ഉയർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തീരുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ യാതൊരു മുൻവിധിയും കൂടാതെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രായോഗികത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് കഴിഞ്ഞാൽ ഈ ദിനം ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും അടിവരയിട്ട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ടൈറ്റിൽ മാറ്റാം. സ്തോത്രം. നാം വായിച്ചു തുടങ്ങിയ വേദഭാഗത്തിൽ ഈ പുസ്തകത്തിൽ ചില കണക്കുകൾ കർത്താവ് പറയുന്നുണ്ട്. ഇതിന്റെ ഏർലി ആയിട്ടുള്ള ഭാഗത്തിൽ 100 ആടുണ്ടായ സാഹചര്യത്തിൽ ഒരാട് നഷ്ടപ്പെട്ട ഒരു കണക്ക് കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിനോടുള്ള ഡിസ്കോഴ്സിൽ പത്രോസ് വന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുക. എന്താണ് ചോദ്യം? ചോദ്യം താൻ ചോദിക്കുന്നുണ്ട്, ഉത്തരവും താൻ പറയുന്നുണ്ട്. ആരാ പറയുന്ന ഉത്തരം? ഹലോ, എല്ലാവരും ശ്രദ്ധിച്ചേ. ചോദ്യം ആരാ ചോദിച്ചത്? കർത്താവിനോട് ചോദിക്കുമ്പോൾ ഉത്തരം ആരാ പറയേണ്ടത്? ഏതാ? ഒരു ഇദ്ദേഹം സ്മാർട്ടായി. ആരാ സ്മാർട്ടായത്? പുള്ളി അല്ലെങ്കിൽ സ്മാർട്ടാണല്ലോ. നമ്മുടെ ലോകത്തിലെ പത്രോസ് ഒന്നുമല്ല, വേദപുസ്തകത്തിലെ ശിഷ്യനായ പത്രോസ്. കർത്താവിന് മുന്നിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നു, വളരെ സ്മാർട്ടായിട്ട് വരിക. എന്നെ ശ്രദ്ധിച്ചോണം, ഞാൻ അഭിനയിച്ച് കാണിക്കുകയല്ല. കർത്താവേ, നല്ല ബന്ധമാണല്ലോ, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാനൊരു 7 വട്ടം ക്ഷമിച്ചാൽ പോരെ? നമ്മൾ വിചാരിക്കും ഇതുപോലൊരു ഭക്തനുണ്ടോ? ഹലോ, നമ്മുടെ കർത്താവിൻ്റെ അടുക്കല വരുന്നതെന്ന് ഓർത്തോണം. അന്ത്രയോസിൻ്റെ അടുക്കലല്ല, അന്ത്രയോസ് പത്രോസിൻ്റെ സഹോദരനാ. ഞാൻ നിങ്ങളോട് ഒന്ന് കാണിച്ചു തരുമോ? വളരെ ഇതൊക്കെ ആയിട്ട് തലയൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് കർത്താവിനോട് ചോദ്യവും കർത്താവിനോട് ആൻസറും പറയുക.
എൻ്റെ സഹോദരൻ എന്നോട് പഴിച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ പോരെ? നിങ്ങളന്നേരം ഉടനെ ചിന്തിക്കുന്നത് 7ന്റെ കണക്കെന്ന്. യഹൂദ റബിമാരുടെ പഠനപ്രകാരം അവർ 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇപ്പം ആരും ഗൂഗിൾ ചെയ്യേണ്ട, അങ്ങനെ എൻ്റെ കണക്ക്. യഹൂദന്മാരുടെ റബായികൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആരെങ്കിലും സഹോദരനോ, നിങ്ങൾ റബായമാരുടെ പഠിപ്പിരുന്ന് ഏറ്റെടുക്കരുത് കേട്ടോ, അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുമോ? നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ പിഴച്ചാൽ, നിങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങൾ 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. പത്രോസ് അല്പം കൂടെ അങ്ങ് ഓവർ സ്മാർട്ടായി. പുള്ളി എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അങ്ങ് ഡബിൾ ചെയ്തു. എത്ര ചെയ്തു? 3ന് എത്രയായിട്ട് ചെയ്തു? അങ്ങ് ഡബിൾ ചെയ്തപ്പോൾ എത്രയായി? പിന്നെ ഒന്നും കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു? കയറ്റി. ഇതാ കണക്ക് ശ്രദ്ധിച്ചോണം. 3 + 1 ഇപ്പം എത്രയായി മൊത്തം? ഇതാണ് പത്രോസിന്റെ കണക്ക്. റബിമാരുടെ കണക്ക് 3. ഇപ്പൊ കർത്താവിന്റെ ശിഷ്യനൊക്കെ ആണല്ലോ, അല്പം വ്യത്യാസവും മാനസാന്തരമൊക്കെ വേണമല്ലോ, കുറച്ച് നാളായില്ലേ. അതുകൊണ്ട് കർത്താവിന് മുന്നിൽ നല്ല പിള്ള ചമയുവാനായിട്ട്, നല്ല പയ്യൻ ചമയുവാനായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് റബിയുടെ കണക്കിനെ ഡബിൾ ചെയ്തുകൊണ്ട്, പത്രോസിന്റെ വക ഒന്നും കൂടെ ആഡ് ചെയ്തുകൊണ്ട് താൻ ഒരു ആൻസറുമായിട്ട് വരികയാണ്. 7 വട്ടം മതിയോ എന്ന് കർത്താവിനോട് ചോദിച്ചു. എന്തായിരിക്കും പത്രോസ് പ്രതീക്ഷിച്ചത്? പറഞ്ഞേ. തോളിലൊക്കെ കർത്താവ് തട്ടി, നീ എൻ്റെ കൂടെ നടന്നിട്ട് അല്പം മാറ്റമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നാളായില്ലേ വലയൊക്കെ വിട്ട് പടയൊക്കെ വിട്ട് എൻ്റെ കൂടെ നടന്ന് ജീവമൊഴികളൊക്കെ കേട്ടപ്പോൾ നിനക്ക് അല്ലെങ്കിൽ അല്പം ഒരു മാറ്റം. കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ പ്രസംഗിച്ചോ പറഞ്ഞല്ലോ, കർത്താവിനെ അറിയുവാനും അനുഭവിപ്പാനൊക്കെ തുടങ്ങുമ്പോൾ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും എന്ത് ചെയ്യാനൊക്കും? ഹലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, ഞാൻ പേരൊന്നും ഉപയോഗിക്കുന്നില്ല. വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും തങ്ങളുടെ യജമാനനുണ്ടാകുന്ന മാനസാന്തരം ആർക്കറിയാനൊക്കും? പറഞ്ഞോ, വേറെ സ്റ്റോറി ഉണ്ടാക്കരുത്. വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും അറിയാനൊക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ പറഞ്ഞു. വളരെ കൃത്യമാണ്. അതുവരെ മദ്യപിച്ച് വന്ന് നായയെ തൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വരുമ്പോൾ തന്നെ നായ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന് കൊടുക്കും. എന്ത് ചെയ്യുക? എൻ്റെ യജമാനൻ വന്നിട്ടുണ്ട്, തൊഴി ആരംഭിക്കാനായിട്ട് പോകുകയാന്ന് പുള്ളി ഇങ്ങനെ കറക്റ്റ് നിൽക്കുക. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ആള് വന്നപ്പോൾ തൊഴിക്കുന്നില്ല, മറിച്ച് പട്ടി ഇങ്ങനെ പാറ്റ് ചെയ്ത് തലോടുമ്പോൾ നായ പോലും ചിന്തിക്കുക, ഈ മനുഷ്യന് എന്ത് മാറ്റം വന്നു. സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ചിന്തിക്കുകയാണ്, ഇവനൊരു മാറ്റം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പത്രോസിനെ തോളിൽ തട്ടി അഭിനന്ദിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ചിന്തിച്ചപ്പോൾ പത്രോസിന്റെ ചിന്തകൾക്ക് അപ്പുറമായി തല തൻ്റെ പൊങ്ങിയിരിക്കുകയായിരുന്നു. വളരെ സ്മാർട്ടായിട്ട് വന്ന പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? തല താഴ്ത്തത്തക്ക രീതിയിൽ ഒരു മറുപടി എൻ്റെ യേശു അപ്പച്ചൻ പറഞ്ഞു. എന്തായിരുന്നു മറുപടി? 7ന്റെ കണക്കുമായിട്ട് വന്ന ആളെ അതിനേക്കാൾ അപ്പുറം ഉലകത്തെ നിർമ്മിച്ച എൻ്റെ കർത്താവ് വലിയ കണക്കുമായിട്ട് തിരിച്ചു വന്നു. ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണക്കൊക്കെ ദൈവം പക ശൂന്യമാകട്ടോ. എന്ത് കണക്ക് വന്നാലും എന്ത് മെറിറ്റ് വന്നാലും ഇന്ന് രാവിലെ ഓർത്തോണം, മനുഷ്യന്റെ സകല പുണ്യപ്രവർത്തികളും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കറപുരണ്ട തുണികൾ എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഒറ്റ മെറിറ്റും പറയാനില്ലെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഒരു മെറിറ്റും പറയാനില്ല. പറഞ്ഞതില്ല, പാടിയതില്ല, പ്രസംഗിച്ചതില്ല, കൊടുത്തതില്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. വന്നതില്ല, പോയതില്ല, ഒരു കണക്കുമല്ല. മനുഷ്യന്റെ ദൈവത്തിന്റെ കരുണ, എന്റെ ദൈവത്തിന്റെ കരുണ, അതല്ലാതെ ഇന്ന് രാവിലെ എനിക്ക് പ്രസംഗിപ്പാൻ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. റിബാലബാലക സന്ദരാദക ചസിയ. അപകടം വന്നപ്പോഴും ജീവനെ പാലിച്ച ദൈവത്തിന്റെ കരുണ, രോഗം വന്നപ്പോഴും മരണത്തിൽ തലയിടാതെ വിടുവിച്ച ദൈവത്തിന്റെ കരുണ, തലമുറകളെ ഇന്ന് രാവിലെ വരെ സംരക്ഷിച്ചത് ദൈവത്തിന്റെ കരുണ, നിന്റെ ന്യായവിധി നിന്നിൽ നിന്ന് മാറ്റിയത് ദൈവത്തിന്റെ കരുണ, നിത്യജീവൻ പകർന്നത് ദൈവത്തിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ റബിമാരുടെ മെറിറ്റുമായിട്ട് ആൻസറുമായിട്ട് വന്ന പത്രോസിനോട് കർത്താവ് പറയാ, ഇറ്റ്സ് നോട്ട് 7 times but 77. 7 raised to 7. 70 വട്ടം.
ഈ കണക്ക് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്തു കഴിയുമ്പോൾ, നാം ചെയ്തിരിക്കുന്ന പാപപ്രവൃത്തികൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാകപ്പിഴകൾ ഓരോന്നായും കണക്ക് കൂട്ടി നാം ഓർത്തെടുത്താൽ, ദൈവം തമ്പുരാന്റെ ക്ഷമയാകുന്ന വസ്തുതയെ പരിശോധിച്ചാൽ, മറ്റുള്ളവരിലേക്ക് നാം നോക്കേണ്ട, നാം നമ്മിലേക്ക് മാത്രം നോക്കിയാൽ, പത്രോസ് പറഞ്ഞതുപോലെ 7 പ്രാവശ്യത്തിൽ കൊണ്ട് കർത്താവ് ക്ഷമിച്ചിരുന്നെങ്കിൽ, ആ ക്ഷമയുടെ അതിർ തീർന്നിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചോണം, 7ന്റെ അതിരിൽ കർത്താവിന്റെ ക്ഷമ യഹൂദ പ്രമാണി പ്രകാരം താൻ ചെയ്തിരുന്നുവെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ഒരു ഒറ്റ വ്യക്തി പോലും ഭൂമിയുടെ പരപ്പിൽ കാണുവാൻ കഴിയുകയില്ല. അത് 7ന്റെ കണക്കല്ല പ്രിയപ്പെട്ടവരെ. ഇനി അടുത്തത് 770 കണക്കല്ല പ്രിയപ്പെട്ടവരെ. ഈ 770 കർത്താവ് പഠിപ്പിക്കുവാനും അതവരെ മനസ്സിലാക്കുവാനും ശ്രമിച്ചെന്തെന്നറിയാമോ? എണ്ണിക്കൊണ്ടല്ല ക്ഷമിക്കേണ്ടുന്നത്, എണ്ണമറ്റ പാപങ്ങൾ എന്റെ കർത്താവ് എന്നോട് നിങ്ങളോട് ക്ഷമിച്ചെങ്കിൽ, കൂട്ടസഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ എണ്ണിക്കൊണ്ട് ക്ഷമിച്ച് അടുത്തൊരു നീതി പുലർത്തുവാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് എണ്ണമറ്റ രീതിയിൽ ഇൻഫിനിറ്റ് ആയിട്ട് എന്റെ ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ, ഇരുപത്തിമൂന്നാം വാക്യത്തിലേക്ക് നാം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് തന്റെ ശിഷ്യന്മാരെ വരച്ച് കാണിക്കുന്ന, സ്തോത്രം, ഫോർഗീവ്നെസ് വളരെ അത്യാവശ്യമെന്നവരെ ബോധ്യപ്പെടുത്തുവാൻ, അത് കണക്കിൽ തിട്ടപ്പെടുത്തരുത്, അത് കരുണയിൽ പോകേണ്ടുന്ന ഒരു വസ്തുതയെന്ന് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കണം. കണക്കിനകത്ത് തിട്ടപ്പെടുത്തി ക്ഷമിക്കേണ്ട ഒരു വസ്തുതയല്ല, മറിച്ച് കരുണയിൽ തിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു വസ്തുതയെന്ന് അവരെ ബോധവൽക്കരിക്കുവാൻ, it is necessity that we are to practice the forgiveness. ക്ഷമിക്കുക എന്നുള്ളത് നാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വസ്തുതയെന്ന് മനസ്സിലാക്കി നൽകുവാൻ കർത്താവിന് വേണമെങ്കിൽ ഈ 770 പറഞ്ഞിട്ട് തീർത്താൽ മതിയായിരുന്നു. എന്നാൽ തൻ്റെ ശിഷ്യഗണങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ദൈവം ഇച്ഛിച്ചു. പ്രിയപ്പെട്ടവരെ, അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇച്ഛിച്ചപ്പോൾ കർത്താവ് താഴോട്ട് ഒരു പാരബിൾ പറയുക. ഒരു സ്ലൈഡ് വരും. ആ പാരബിൾ കൂടെ കർത്താവ് എന്താണ് തൻ്റെ ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഇച്ഛിച്ചതെന്ന് താഴോട്ട് കാണുവാൻ കഴിയും. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, സ്തോത്രം, കർത്താവ് ഉദ്ദേശിച്ചെന്നറിയാമോ? ഗോഡ്സ് mercy towards us is beyond measure. ദൈവം തന്റെ ജനമാകുന്ന നമ്മോട് കാണിച്ച കരുണ ഇറ്റ്സ് ബിയോണ്ട് മെഷർ. പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് ബിയോണ്ട് മെഷർ. നമ്മളെ പാരബിൾ പരിശോധിക്കാൻ പോകുക. സമയത്തോടൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, ഗോഡ്സ് mercy towards us is beyond the measure. അടുത്തത്, ആ പാരബിൾ കൂടെ തന്റെ ജനത്തെ കർത്താവ് പഠിപ്പിക്കാൻ ഇച്ഛിച്ചത്, what others owe us is small by comparison. നാം ചെയ്ത അകൃത്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് ബിയോണ്ട് മെഷറായി ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ, നമ്മുടെ സഹോദരന്മാർ നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന അകൃത്യങ്ങൾ, പാപങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം കമ്പയർ ചെയ്യുമ്പോൾ that's silly, that's nothing. ആണോ അല്ലയോ? നിങ്ങൾ പറ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുവാന്നോ? പാപം ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ കൈവക്കാൻ നോക്കുവോ? ഉണ്ടെങ്കിൽ ഇന്ന് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക. ഉണ്ടോ? ധൈര്യമുണ്ടോ? കർത്താവ് പറയുക, ഉപമ നമ്മൾ പരിശോധിക്കാൻ പോവുക. ഞാൻ നിന്നോട് ക്ഷമിച്ച വസ്തുതകളും നിന്നോട് ക്ഷമിച്ച നമ്പർ ഓഫ് ക്ഷമയും, അത് വർഷങ്ങളും മാസങ്ങളുമായിട്ട് ക്ഷമിക്കുന്നത്,
നീ ഒന്ന് പരിശോധിച്ചാൽ, വിശ്വാസിയാകുന്ന എന്നോട് പറയുന്നു, നിന്റെ കൂട്ടു സഹോദരനും സഹോദരിയും നിന്നോട് ചെയ്തെന്തെന്നറിയാമോ? ദാറ്റ് ഈസ് സിമ്പിൾ ഇൻ കമ്പാരിസൺ, ദാറ്റ് ഈസ് നത്തിങ്. എന്നിട്ടാ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഇത് ഭയങ്കര പ്രയാസമാകട്ടെ. മൂന്നാമത്തെ വിഷയം, ടു റെഫ്യൂസ് ഫോർഗിവ്നെസ് is to cut ourselves off from God. ദൈവം പഠിപ്പിച്ച പരിശീലിപ്പിച്ച ക്ഷമയെന്നുള്ളതും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് ഒക്കുന്നില്ലെങ്കിൽ, നമ്മളൊരു വാക്ക് പറയാനുള്ള, അവനവൻ ഇരിക്കുന്ന കൊമ്പ് എന്ത് ചെയ്യുക? പറഞ്ഞേ, we cut off our relationship with God. ഇഷ്ടംപോലെ പാട്ടുണ്ട്, പ്രത്യാശയുടെ പാട്ട്. പ്രത്യാശയോട് ഇതാ ഭക്തരങ്ങുണരുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, പിന്നെന്തൊക്കെയാ പാടി ഇഷ്ടം പോലെ ഉണ്ട്. പ്രസംഗിക്കാൻ ഒരുപാട് ഇഷ്ടം പോലെ വിഷയമുണ്ട്. പ്രത്യാശയും കർത്താവിൻ്റെ വരവും. ഇത് പാടിയതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ഞാൻ പഠിപ്പിച്ചതുകൊണ്ടോ എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. പ്രധാനമായും ദൈവത്തിൻ്റെ മക്കൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വസ്തുതയാ forgiveness. You may not like this topic for today, but I am inspired by the Holy Spirit to speak. It could be a last call. I'm sorry to say that. It might be a last call for those who are still keeping the resentment inside of their heart, again mocking God by worshiping and by lifting the name, coming to the church. It's a mockery to the word and mockery to God. Are you with me? It's a mockery to God and mocking to the word. രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടു. അഭിഷേകം പ്രാപിച്ചോ? പ്രാപിച്ചു. അന്യഭാഷയുണ്ടോ? ഉണ്ട്. ചിലർ പറയും, കാത്തിരിക്കുന്നു പാസ്റ്ററെ, ആഗ്രഹമുണ്ട്. ജീവിതം കുഴപ്പമില്ലാതൊക്കെ ജീവിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ, ഇന്നും ക്ഷമിക്കാതെ, ഇന്നും ഉള്ളിൽ കൊണ്ട് നടന്ന, ഇന്നും ആ പാപം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവദാസനാണ് ഞാനെങ്കിൽ, ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, പൈതലിൻ്റെ മുന്നിലും ദാസൻ്റെ മുന്നിലും ദൈവം എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉപയോഗിപ്പാൻ വചനപ്രകാരം വചനം അനുവദിക്കുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ അപ്പൻ്റെ സ്വഭാവം എനിക്ക് വേണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വേണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ എൻ്റെ ജീവിതം മൊത്തം ദൈവമുൻപാകെ സമർപ്പിക്കപ്പെട്ട ജീവിതമായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരാ. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. Sorry, I don't want to offend anyone, but I need to preach. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ഇനി നമുക്ക് ഉപമ പരിശോധിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്തോത്രം. ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ശ്രദ്ധിക്കണമല്ലോ. God's mercy toward us is beyond measure. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ വായിച്ചാൽ, മാറ്റിക്കോ, കണക്ക് നോക്കിയപ്പോൾ എത്രയാ കടം? പറഞ്ഞേ, 10,000 ടാലന്റ്. ആർക്കെങ്കിലും ഡോളറിലൊന്ന് കൺവേർട്ട് ചെയ്യാൻ ഒക്കുമോ? വലിയ തുകയാ കേട്ടോ. ഒരു 1 million or 2 million ഡോളേഴ്സ് കൂട്ടിക്കോ. ഇപ്പം ഇരുന്ന് ആരും കണക്ക് കൂട്ടരുത്. അറ്റ്ലീസ്റ്റ് $1 million or $2 million equivalent to 10,000 talents. Yes. അത്രയും വലിയ കടഭാരം. ഇവിടെ കണക്കിനകത്ത് കടഭാരമാ. കടഭാരമായിട്ടാ യജമാന്റെ അടുക്കലേക്ക് വരുമ്പോൾ
യജമാനൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ വലിയ കടമാ. ആ കടം വീട്ടണമെങ്കിൽ യജമാനൻ തന്നെ ഒരു ഫൈനാൻഷ്യൽ സൊല്യൂഷൻ കൊടുക്കുക. ശ്രദ്ധിച്ചോണം, യജമാനൻ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സൊല്യൂഷൻ എന്താണെന്നറിയാമോ? അന്നും ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വല്ലതും ഉണ്ടോ? പറ. ഹലോ, ഇതിന് ശേഷം വല്ലതും ഉണ്ടോ? അവനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ മക്കളുമുണ്ട്. കുടുംബം മൊത്തം തീർന്നോ? ഹലോ, നിങ്ങൾ എന്നെ കൊണ്ട് എന്നെ പ്രസംഗിപ്പിക്കണോ? ഇനി അടുത്തത്, അവനുള്ളത് ബാങ്ക് മൊത്തം തീർന്നോ? ഹലോ, സ്റ്റോക്കൊക്കെ തീർന്നോ? വസ്തുവൊക്കെ തീർന്നോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ എന്ത് ചെയ്തു? കോടതി കൽപ്പന പുറപ്പെടുവിച്ചു. സെൽ ഓഫ് എവരിത്തിങ്, യു, യുവർ വൈഫ്, യുവർ ചിൽഡ്രൻ and whatever belongs to you, sell it off. Sell it off. Sell it. It's a huge debt. Huge debt. നിങ്ങൾ ഇങ്ങനെയൊക്കെ വായിക്കണം, ഇങ്ങനെ മനസ്സിലാക്കണം. കടം തീർപ്പാൻ കൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ അകൃത്യവും നമ്മുടെ പാപവും നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം ഒന്ന് കണക്ക് കൂട്ടിയാൽ, പണ്ടൊക്കെ ഈ നാട്ടിൽ പരസ്യയോഗത്തിനും കൺവെൻഷനും ഒക്കെ പ്രസംഗത്തിന് മുമ്പിൽ ആദ്യം ഒരു അനുഭവ സാക്ഷ്യത്തിന് അവസരം കൊടുക്കും. ജയിലിൽ പോയതും കുത്തിയതും കൊന്നതും എല്ലാം അങ്ങ് വിളിച്ചു പറയും. ഇങ്ങനെ ഈ കണക്കുകളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെയ്തു കൂട്ടിയത് ഇപ്പം ആരും നമ്മൾ കൈവക്കണ്ട. എന്നാലും ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ച്, നമ്മൾ മോശക്കാരാണോ? പറഞ്ഞേ. ഹലോ, എല്ലാവരും തലയൊക്കെ ഉയർത്തി പിടിച്ചിരിക്കുക. മോശക്കാരാണോ? പണ്ട് വി എ തോമസ് സാർ പറഞ്ഞു ഇങ്ങനെ. വി എ തോമസ് സാർ അധികം ആയുസില്ലായിരുന്നു. ഞാൻ എന്നെ അറിയുന്നത് പോലെ എൻ്റെ സഭക്കാരെങ്ങാനും എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സഭയുടെ പടിക്കകത്ത് തന്നെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? സ്തോത്രം. അത്തരം പരിപാടികൾ നമ്മളെല്ലാം എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു. കുന്നുകൂട്ടിരിക്കുക. ആരെയും വിധിക്കരുത്. ആരെയും വിധിക്കരുത്. ഇന്ന് രാവിലെ ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം. ആരെയും വിധിക്കരുത്. പിന്നെ പാസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ ആരെയും വിധിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പുസ്തകത്തിലെ വചനം ഞാൻ പ്രസംഗിക്കാൻ ബാധ്യസ്ഥന. ബട്ട് ഇറ്റ്സ് നോട്ട് എ ജഡ്ജ്മെന്റ്. ആരെയും മെഷർ ചെയ്യുകയല്ല. ഞാൻ എന്നോട് തന്നെ ഇന്ന് രാവിലെ ഒന്ന് സംസാരിച്ചേ. എല്ലാവരും വളരെ ശ്രദ്ധിക്കണമേ. എന്നോട് തന്നെ ഞാനൊന്ന് സംസാരിച്ചേ. ഞാൻ ആരായിരുന്നു? ഞാൻ രക്ഷിക്കപ്പെട്ടു, ശരിയാ. ഞാൻ സ്നാനപ്പെട്ടു, ശരിയാ. ഇന്നും എൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഞാൻ കുറ്റം വിധിക്കുന്ന പ്രസംഗമല്ല. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോകാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്ന് ഒരു ബോധവൽക്കരണം മാത്രം. ആ കരുണ ഞാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് എന്നിൽ നിന്നും ആ കരുണ വെളിയിലേക്ക് പോകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം ദൈവമക്കളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ആ ക്ഷമ ഞാൻ പ്രാപിച്ചത് കൊണ്ട് എന്നിൽ നിന്നും ആ ക്ഷമ വെളിയിലേക്ക് പോകണമെന്ന് ഞാനൊരു ദൈവവൈതൽ എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുക. ആ കരുണ ഞാൻ അനുഭവിച്ചത് കൊണ്ട് എന്നിൽ നിന്ന് അത് ഒഴുകണം. ആ ക്ഷമ പ്രാപിച്ചത് കൊണ്ട് എന്നിൽ നിന്ന് ഞാൻ ഒഴുകണം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളെ, 10,000 ടാലന്റ് എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തോടുള്ള ബന്ധത്തിലും പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ ചെയ്ത അകൃത്യങ്ങളും, സംഗീതക്കാരൻ ഇപ്രകാരം പറയുന്നു, അകൃത്യങ്ങളെ യഹോവയെ ഓർമ്മ വെച്ചാൽ പറഞ്ഞൊന്ന് പൂർത്തീകരിച്ച് തിരുമുമ്പാകെ ഒരു ഒറ്റ മനുഷ്യന് നിൽക്കുവാൻ കഴിയത്തില്ല. നാട്ടുകാരുടെ, വീട്ടുകാരുടെ, സഭക്കാരുടെ എല്ലാം നമ്മൾ കുറ്റങ്ങളും കുറവുകളും പരിശോധിക്കുന്നവർ, ചെയ്യുന്നവർ, ചിന്തിക്കുന്നവരുമാ. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മൾ ശാന്തമായിട്ട് പറയുന്നു, ഒറ്റയ്ക്കൊന്ന് ദൈവത്തിലേക്കൊന്ന് ചെന്ന് മുട്ടുമടക്കി കർത്താവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യഹോവേ അകൃത്യങ്ങൾ ഓർമ്മ വെക്കാഞ്ഞത് കൊണ്ട് സ്തോത്രം. 7 വട്ടം മാത്രമേ ക്ഷമിക്കുന്നുവായിരുന്നെങ്കിൽ എനിക്ക് കഴിയത്തില്ലായിരുന്നു. 7 കഴിഞ്ഞു, 7 70 കഴിഞ്ഞു, ആയിരക്കണക്കിന്, 10,000കണക്കിന്, ഹല്ലേലൂയ, ലക്ഷക്കണക്കിന് എന്റെ ആയുസിന്റെ ഈ ദിവസം വരെ എന്റെ ദൈവം യാതൊരു മെറിറ്റ് നോക്കാതെ നിന്റെ കരുണ എന്റെ മേൽ ചൊരിഞ്ഞതോർത്ത് ആ ക്ഷമയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമുൻപാകെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഒന്ന് ഏൽപ്പിക്കുന്ന അനുഭവത്തിന് പ്രിയമുള്ളവരെ സമർപ്പണമെന്ന് പറയുന്നത്.
ഹല്ലേലൂയ. എന്തോ സമർപ്പണം? കൈവെക്കുന്നതല്ല സമർപ്പണം. ഓൾട്ടറിന് മുന്നിലേക്ക് വരുന്നതല്ല സമർപ്പണം. അതൊക്കെ സമർപ്പണത്തിന്റെ ഭാഗ്യപ്രകടനങ്ങൾ മാത്രം. എന്നാൽ സമർപ്പണം അന്തർഭാഗത്തുണ്ടാകണം. അതുകൊണ്ട് 51 സംഘത്തിൽ ദാവീദ് പറഞ്ഞത്, അന്തരംഗത്തിലെ സത്യമല്ലോ ദൈവമേ നീ ഇച്ഛിക്കുന്നത്. എന്തെല്ലാം ദൈവം നമ്മെ രക്ഷപ്പെടുത്തി, എന്തെല്ലാം നന്മകൾ ദൈവം നമുക്ക് നൽകി. ഈ പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഈ ഭാഗം ശുശ്രൂഷ ഇവിടെ നിർത്തുകയാ. ഈ ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് പറയുന്നു. ഞാൻ അടുത്ത ദിവസം തുടരാം. കാരണം ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എങ്കിൽ വരുന്നതുമൊക്കെ ഈ ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, രാവിലെ എല്ലാ കണ്ണുകളും അടച്ച്